ഒരു ഐസ്ക്രീം റെസിപ്പി നോക്കാം. സ്ട്രോബെറി കൊണ്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വേണം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അതിന് പകരം 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്, അതുകൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ട്രോബെറി ഒന്ന് റെഡിയാക്കി എടുക്കണം. സ്ട്രോബെറി ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഇതൊരു ക്രഷായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ വരണം. ഇപ്പോൾ സ്ട്രോബെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസ്ക്രീമിന് വേണ്ട കൂട്ടുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ച പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്ട്രോബെറി ഒന്ന് ഇട്ട് കൊടുക്കാം. സ്ട്രോബെറി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏകദേശം ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാനിവിടെ ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 6 to 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഞാനിത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. അതിനായിട്ട് ഞാൻ സ്കൂപ്പർ ഒന്ന് ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.